അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാക്ടീരിയൽ ട്രാൻസ്പോസോൺ ആണ്. ഇതിൻ്റെ പേരാണ് TN ഫാമിലി എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ഒരു കൈൻഡ് ഓഫ് കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺ ആണെന്ന് ഞാൻ IS എലമെൻ്റ് എടുത്തപ്പോൾ പറഞ്ഞു അല്ലേ. കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആക്ച്വലി അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു DNA യിൽ IS എലമെൻറ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കുക. ഓക്കെ, അടുത്ത ഒരു സൈക്കിൾ ഓഫ് ട്രാൻസ്പോസിഷനിൽ സിമിലർ IS എലമെൻറ്റ്സ് എന്ത് ചെയ്തു, ഇവിടെയും ട്രാൻസ്പോസ് ചെയ്യപ്പെട്ടു. നിയർ ബൈ IS എലമെൻറ്റ്സിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിയർ ബൈയിൽ തന്നെ എന്ത് ചെയ്തു, ട്രാൻസ്പോസ് ചെയ്യപ്പെട്ടു. അതിന് ട്രാൻസ്പോസ് ചെയ്യപ്പെട്ടോ ഇവിടെ ഒരു ജീൻ എന്ത് ചെയ്തു, ട്രാപ്ഡ് ആയിപ്പോയി. ഓക്കെ, ഈ ജീൻ എന്ത് ചെയ്യും, ഈ IS എലമെൻറ്റ്സിലെ ഏതെങ്കിലും ഒരു IS എലമെൻറ്റ്സ് ആക്ടിവിറ്റി കൊണ്ട് തന്നെ ഈ ജീന് കംപ്ലീറ്റ് എന്ത് ചെയ്യും, ഇത് ആസ് സച്ച് വിൽ ബി മൂവിങ് ഫ്രം ദിസ് പ്ലേസ് ടു അനദർ. ഓക്കെ, ഈ ഒരു കോമ്പോസിഷനെയാണ് നമ്മൾ കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ TN ഫാമിലി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് കോമ്പോസിറ്റ് ട്രാൻസ്പോസോൺസ് വേർ എ ജീൻ ഈസ് trapped between IS elements, two IS elements. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലാക്കി. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ കേസസ് ട്രാൻസ്പോസിഷൻ അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ കാരണം ഈ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ജീൻ എന്ന് പറയുന്നത് മെയിൻലി ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ TN3 എന്ന് പറയുന്ന ഒരു ട്രാൻസ്പോസോണിൽ, TN ഫാമിലിയിൽ പെട്ട ട്രാൻസ്പോസോണിൽ യു ക്യാൻ ഫൈൻഡ് പെനിസിലിൻ റെസിസ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ജീന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് TN10 യു ക്യാൻ ഫൈൻഡ് ദി ടെട്രാസൈക്ലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിനെതിരെയുള്ള റെസിസ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ജീന് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നോർമലി IS എലമെൻസിൻ്റെ കേസിൽ നമ്മൾ സൈസ് എത്രയാണ് പറഞ്ഞാൽ 1 to 2 ആണ് KB അല്ലേ. ഇതിൻ്റെ കേസിൽ നോക്കിയാൽ നിങ്ങൾ 9 KB എബോവ് വരെ വരാം. ഓക്കെ, അതാണ് ഇപ്പോൾ TN10 എന്ന് പറയുന്ന ഒരു കമ്പോണൻസിൻ്റെ കേസിൽ ഇറ്റ്സ് ഹാവിങ് 9300 ബേസ് പെയർ ലോങ് ട്രാൻസ്പോസോൺ ഈസ് ദർ കാണുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക. IS എലമെൻറ്റ് ലെഫ്റ്റ് ഉണ്ട്, IS എലമെൻറ്റ് റൈറ്റ് ഉണ്ട് അല്ലേ. IS എലമെൻറ്റ് ലെഫ്റ്റ്, IS എലമെൻറ്റ് റൈറ്റ്. അപ്പോൾ നോർമലി ഉള്ള ഒരു ഡയറക്റ്റ് റിപ്പീറ്റ്സ് അവിടെ ഉണ്ടാവും. എന്തായിരുന്നു ഡയറക്റ്റ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ദി ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ അല്ലേ. ഡയറക്റ്റ് റിപ്പീറ്റ്സ് അവിടെ ഉണ്ട്. ഈ ഡയറക്റ്റ് റിപ്പീറ്റ്സിൻ്റെ ഉള്ളിലായിട്ടാണ് രണ്ട് IS എലമെൻറ്റ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുക. ഫസ്റ്റ് ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ, കാരണം എന്താണ്, ഒരു IS എലമെൻറ്റ്സ് ഇവിടെ ഇങ്ങനെ ഉണ്ടാകും. അതിനുശേഷം വേറൊരു IS എലമെൻറ്റ്സ് ഇവിടെ ഇൻസേർട്ട് ചെയ്യപ്പെടുകയാണ്. അതിനുശേഷമാണ് ഈ സ്ട്രക്ചറിലേക്ക് വരിക കേട്ടോ. ഒന്നാമത്തെ ഫോർമേഷനിൽ ഇതിങ്ങനെ ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ ആയതിനു ശേഷം മൂവ് ചെയ്യുന്ന ഒരു ട്രാൻസ്പോസോൺ ഉണ്ടല്ലോ, അതിലാണ് ഈ സ്ട്രക്ചർ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ലെഫ്റ്റിലുണ്ട്, റൈറ്റിലുണ്ട്. ലെഫ്റ്റിലും റൈറ്റിലും ആക്ച്വലി എന്തുണ്ട്, ഡയറക്റ്റ് റിപ്പീറ്റ്സ് ഉണ്ട്. ഡയറക്റ്റ് റിപ്പീറ്റ്സ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് സൈറ്റ് ഉണ്ട്. ഓക്കെ, IS എലമെൻറ്റ്സ് 10 ഇവിടെ 10 ആണ് TN ഫാമിലി. ഇത് TN ഫാമിലി 10ൻ്റെ കേസാണ്, TN10. ഓക്കെ, അപ്പം ഇതിൻ്റെ കേസിൽ IS10 ആണ് ഇവിടെ IS എലമെൻറ്റ്സ് ആയിട്ട് നിൽക്കുന്നത്. നൗ ഇതിൽ ചിലപ്പോൾ രണ്ടും ആക്റ്റീവ് ആവും. IS എലമെൻറ്റ്സ് റൈറ്റും ലെഫ്റ്റും ആക്റ്റീവ് ആവും. ചില കേസിൽ ഒന്ന് മാത്രമേ ആവുള്ളൂ. ഓക്കെ, ഒന്ന് മാത്രം ആയാലും ഈ ഒരു ട്രാൻസ്പോസോണിന് ട്രാൻസ്പോസിഷൻ നടത്താൻ വേണ്ടി പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്, ഡിഫക്റ്റീവും നോൺ ഡിഫക്റ്റീവ് ഓർ ആക്റ്റീവും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ രണ്ടെണ്ണം, ഒന്ന് ഡിഫക്റ്റീവും ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ ഏതെങ്കിലും ഒന്നിൻ്റെ ആക്റ്റീവായിട്ടുള്ളതിൻ്റെ ട്രാൻസ്പോസേസ് എൻസൈം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആസ് എ ടോട്ടൽ ഫുൾ എലമെൻറ്റ് ഒരു പൊസിഷനിൽ നിന്ന് അടുത്ത പൊസിഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, നൗ ഇവിടെ ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് എന്ന് പറയുമ്പോൾ നോക്കുക നിങ്ങൾ. ഇൻവേർട്ടഡ് റിപ്പീറ്റ്സ് ലെഫ്റ്റിലുള്ള IS എലമെൻസിൻ്റെ ലെഫ്റ്റ് റിപ്പീറ്റ്സും റൈറ്റിലുള്ള IS എലമെൻസിൻ്റെ റൈറ്റ് റിപ്പീറ്റും ആയിരിക്കും അവിടെ ഇൻവേർട്ടഡ് സീക്വൻസസ് എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ വരിക. ഓക്കെ, ഈ നടുക്കുള്ളതൊക്കെ ഇൻവേർട്ടഡ് സീക്വൻസ് ആയിട്ടല്ല റെക്കഗ്നൈസ് ചെയ്യുക, ഇതാണ് റെക്കഗ്നൈസ് ചെയ്യുക. ഈ ഇൻവേർട്ടഡ് സീക്വൻസസ് ആണ് എന്ത്, ഒരു ട്രാൻസ്പോസേസ് എൻസൈമിന് കട്ടിങ്ങിൻ്റെ സമയത്ത് റെക്കഗ്നിഷൻ സീക്വൻസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് അവിടെയായിരിക്കും അല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ആക്റ്റീവ് ജീൻ ഉണ്ട്. ഈ ആക്റ്റീവ് ജീന് TN10ൻ്റെ കേസിൽ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് ആണ്, TN3ൻ്റെ കേസിൽ പെൻസിലിൻ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു പോയിന്റ് CSARന് ഓർമ്മിച്ച് വെക്കണം, മറന്നു പോകരുത്. നൗ ഇനി ഇതിൻ്റെ കട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ കട്ടിങ് സ്റ്റേജിൽ ഇത് ഉപയോഗിക്കുന്ന മെക്കാനിസം എന്ന് പറയുന്നത് DNA ഹെയർപിൻ സ്ട്രാറ്റജിയാണ്. DNA ഹെയർപിൻ സ്ട്രാറ്റജി എന്താണ്? കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം ആണ്. DNA ഹെയർപിൻ സ്ട്രാറ്റജി എന്താണെന്ന് പറയാം. ഇവിടെ നോർമലി ഒരു കട്ടിങ് നടക്കുന്നത് എങ്ങനെയായിരുന്നു?
നോർമലി ഉള്ള കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസത്തിൽ എങ്ങനെയായിരുന്നു? ഇവിടെയും കട്ട് വരും, ഇവിടെയും കട്ട് വരും, ഇവിടെയും കട്ട് വരും, ഇവിടെയും കട്ട് വരും, ആൻഡ് ബ്ലണ്ട് ആൻഡ് കട്ടായിട്ട് അത് അങ്ങോട്ട് സെപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ അങ്ങനെയല്ല. ആദ്യം ഒരു സിംഗിൾ കട്ട് ആസ് യൂഷ്വൽ 3'OHലാണ് ആദ്യത്തെ കട്ട് വരിക എന്നുള്ളത് DNA-യുടെ കട്ട് ആൻഡ് പേസ്റ്റ് ട്രാൻസ്പോസിഷൻ്റെ സമയത്ത് ഞാൻ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഈ 3'OH എന്ത് ചെയ്യും? 5'OHനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുക. ഇവിടുത്തെ 5'OH ആയിരിക്കുമല്ലോ. ഇത് 3'OH ആണെങ്കിൽ ഇത് 5' ആണ്, ഇത് 3' ആണെങ്കിൽ ഇത് 5' ആണ്. അപ്പോൾ എന്ത് ചെയ്യും? ദിസ് വിൽ ബി അറ്റാക്കിങ് ദിസ് പെർട്ടിക്കുലർ സൈറ്റ്. ഈ OH ഈ ഇതിലേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പം ട്രാൻസെസ്ട്രിഫിക്കേഷൻ നടക്കും. ട്രാൻസെസ്ട്രിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ഇയാൾ ഇവിടത്തേക്ക് ബൈൻഡ് ചെയ്യും, ഇയാൾ ഇവിടത്തേക്ക് ബൈൻഡ് ചെയ്യും. അതാ ഈ ആരോ മാർക്ക് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ ട്രാൻസെസ്ട്രിഫിക്കേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ രണ്ട് സ്ട്രാൻഡുകൾ തമ്മിൽ ഒരു എസ്ട്രിഫിക്കേഷനാണ് നടക്കുന്നത്. ആസ് എ റിസൾട്ട് ഒരു ഹെയർ പിൻ ലൂപ്പ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജീനെയാണ് നമ്മൾ DNA ഹെയർ പിൻ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. ഈ ഹെയർ പിന്നാണ് മൂവ് ചെയ്യുന്നത് എങ്ങോട്ട്? ടുവേർഡ്സ് ദി ടാർഗറ്റ് DNA. അപ്പം ഇതാണ് ആ ഹെയർ പിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഹെയർ പിൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന മെക്കാനിസം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇയാൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ ടാർഗറ്റ് സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യുന്നു, ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ നടക്കുന്നു. ആ ഒരു മെക്കാനിസം ഉണ്ട്. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ പറയണം, ഈ ഒരു പെർട്ടിക്കുലർ TN10ൻ്റെ കേസിലുള്ള ട്രാൻസ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി കപ്പിൾഡ് വിത്ത് ദ റെപ്ലിക്കേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ DNA വിച്ച് കണ്ടെയ്ൻസ് ദിസ് TN10. അപ്പം എപ്പോഴാണോ റെപ്ലിക്കേഷൻ നടക്കുന്നത്, ആ റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് മാത്രമേ ഈ ഒരു പെർട്ടിക്കുലർ എലമെൻറ്റിൻ്റെ ട്രാൻസ്പോസിഷൻ നടക്കുകയുള്ളൂ. റെപ്ലിക്കേഷൻ നടക്കാതെ ഇനാക്റ്റീവായിട്ടിരിക്കുന്ന സെല്ലിൻ്റെ സമയത്ത് ദർ ഇസ് നോ ട്രാൻസ്പോസിഷൻ. അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ TN10ൻ്റെ ഫ്രീക്വൻസി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ലിന് സഹായിക്കും. എപ്പോഴൊക്കെയാണോ റെപ്ലിക്കേഷൻ നടക്കുന്നത്, ആ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ, ഹോസ്റ്റ് സെല്ലിൻ്റെ റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ മാത്രമേ ട്രാൻസ്പോസിഷൻ മെക്കാനിസം നടക്കുകയുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ദ ട്രാൻസ്പോസിഷൻ ഓഫ് TN10 ഈസ് കപ്പിൾഡ് വിത്ത് ദി റെപ്ലിക്കേഷൻ ഓഫ് ദ ഹോസ്റ്റ് DNA. ഓക്കെ, ആ ഒരു പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം TN10ൻ്റെ കേസിൽ. എങ്ങനെയാണ് ആ മെക്കാനിസം വർക്കൗട്ട് ആകുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ നോക്കുക. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ റെപ്ലിക്കേഷൻ നടക്കുകയാണ്. റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഇവിടെ കണ്ടല്ലോ, റെപ്ലിക്കേഷൻ നടന്നു. ഇവിടെ ഒറ്റൊരു സെഗ്മെൻ്റ് ആയിരുന്നു, ഇത് റെപ്ലിക്കേഷൻ ഫോർക്കാണ്. അപ്പോൾ എന്തായി? 2 ട്രാൻസ്പോസോൺസ് ആയിട്ട് ഇത് മാറി. ഓക്കെ, അങ്ങനെ 2 ട്രാൻസ്പോസോൺസ് ആയിട്ട് മാറിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പെർട്ടിക്കുലർ എലമെൻ്റ് ഉണ്ടല്ലോ, ദിസ് വിൽ കട്ട് ആൻഡ് പേസ്റ്റ് ടു എ ഡിഫറെൻറ്റ് റീജിയൻ ഇൻ ദ സെയിം DNA. ആസ് എ റിസൾട്ട് ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് കട്ട് ഉണ്ടാവും. അപ്പോൾ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് റിപ്പയർ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഇവിടുത്തെ ബേസ് ചെയ്തിട്ട് ഇവിടെ വീണ്ടും ഒരു ട്രാൻസ്പോസോൺസ് ക്രിയേറ്റ് ചെയ്യും. കാരണം പ്രൂഫ് റീഡിങ് നടന്നിട്ട് ഇവിടെ ഒരു സെഗ്മെൻറ്റ് മിസ്സിംഗ് ആണ്, ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിലൊരു സെഗ്മെൻറ്റ് മിസ്സിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ഇവിടെ ആ മിസ്സിംഗ് സെഗ്മെൻറ്റ് അഗെയിൻ ക്രിയേറ്റ് ചെയ്യും. അതിന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു പുതിയ ട്രാൻസ്പോസോൺസ് ഇവിടെ ട്രാൻസ്പോസിഷൻ നടത്തിയിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതൊരു കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം ആണെങ്കിലും എന്ത് ലൈക്ക് ബിഹേവ് ചെയ്യും? ഒരു റെപ്ലിക്കേറ്റീവ് DNA ട്രാൻസ്മിഷൻ പോലെ ബിഹേവ് ചെയ്യും. കട്ട് ആൻഡ് പേസ്റ്റ് മെക്കാനിസം തന്നെയാണ് നടന്നത്. കാരണം ഇവിടുന്ന് കട്ട് ചെയ്തിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ കട്ട് ചെയ്യപ്പെട്ട സ്ഥലത്ത് എന്തുണ്ട്? പുതുതായിട്ട് വീണ്ടും സെയിം ട്രാൻസ്പോസോൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇറ്റ് വിൽ ബി ബിഹേവിങ് ലൈക്ക് എ റെപ്ലിക്കേറ്റീവ് DNA ട്രാൻസ്പോസിഷൻ എന്നുള്ള ഒരു അവസ്ഥയിൽ. കാരണം ഇവിടെ 2 കോപ്പിയാണ് ശരിക്കും റെപ്ലിക്കേഷൻ നടന്നതിന് ശേഷം ട്രാൻസ്പോസോൺസ് ഉണ്ടാവേണ്ടത്, പക്ഷേ ഇവിടെ 3 കോപ്പി ഉണ്ടായി. അപ്പോൾ ഇറ്റ് വിൽ ബി ബിഹേവിങ് ലൈക്ക് എ റെപ്ലിക്കേറ്റീവ് DNA ട്രാൻസ്പോസിഷൻ മെക്കാനിസം. ക്ലിയർ അല്ലേ? ഇനി അതിലെ പ്രത്യേകത നോക്കാം നമുക്ക്, എങ്ങനെയാണത് നടക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ട്രാൻസ്പോസിഷൻ നടക്കണമെങ്കിൽ മെയിനായിട്ട് GATC എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് അവിടെ, ഒരു DNA സ്ട്രാൻഡ് അവിടെ ഉണ്ടാവണം. ഓക്കെ, അതിൻ്റെ ഹെമി മെത്തിലേഷൻ സ്റ്റേറ്റിലാണ് ട്രാൻസ്പോസേസ് എൻസൈം. ഓക്കെ, അതുപോലെ തന്നെ ട്രാൻസ്പോസേസ് എൻസൈമിൻ്റെ പ്രൊമോട്ടറൊക്കെ അവിടെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. എന്തുകൊണ്ടാണ്? നോർമലി ആ റീജിയനിൽ മെത്തിലേഷൻ നടന്നിട്ടുണ്ടാവും ബൈ DNB മെത്തിലേസ് എന്ന് പറയും, ഡാം മെത്തിലേസ് എന്ന് പറയുന്ന എൻസൈം. ഈ മെത്തിലേഷൻ നടന്നത് എങ്ങനെയാണ് ഹെമി മെത്തിലേറ്റഡ് ആവുന്നത്? റെപ്ലിക്കേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡ് ഇങ്ങോട്ടും പോയി, ഈ സ്റ്റാൻഡ് ഇങ്ങോട്ടും പോയി അല്ലേ? ഇത് രണ്ടും ഒന്നിച്ചുണ്ടായിരുന്ന സമയത്താണ് അത് മെത്തിലേറ്റഡ് എന്ന് പറയുന്ന അവസ്ഥ. ഇത് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ പുതിയ സ്റ്റാൻഡിൽ മെത്തിലേഷൻ ഉണ്ടാവില്ല, പുതുതായിട്ട് സിന്തസൈസ് ചെയ്ത സ്റ്റാൻഡിൽ മെത്തിലേഷൻ ഉണ്ടാവില്ല, പഴയ സ്റ്റാൻഡിലെ മെത്തിലേഷൻ ഉണ്ടാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇത് ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലാണ്. ഈ ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലാണ് എന്ത് നടക്കുന്നത്? ഇവിടെ പോയിട്ട് കട്ട് ആൻഡ് പേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് അത് പോകുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക.
ഞാൻ പറഞ്ഞു TN10 എന്ന് പറയുന്ന ഒരു കോമ്പോസിഷനിൽ അവിടെ 2 GATC ഉണ്ടാവും. ഒന്നാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ട്രാൻസ്പോസേസ് എന്ന് പറയുന്ന ജീൻ പ്രൊമോട്ടർ, ട്രാൻസ്പോസേസ് ജീൻ്റെ പ്രൊമോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോസേസ് ജീൻ എക്സ്പ്രസ് ചെയ്യാനുള്ള RNA പോളിമറേസിന് ബൈൻഡ് ചെയ്യാനുള്ള GATC ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അത് RNA പോളിമറേസ് RNA ഉണ്ടാക്കി RNAയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ട്രാൻസ്പോസേസ് എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടായതിനു ശേഷം ആ പ്രോട്ടീനിനെ പോയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള GATC സെഗ്മെൻ്റ് ആണ്. ഇങ്ങനെ 2 GATC സെഗ്മെൻ്റ് ആണ് ഉണ്ടാവുക. ഈ രണ്ടിൻ്റെയും ബൈൻഡിങ് ആരൊക്കെയാണ്? RNA പോളിമറേസ് എൻസൈമിനെയും അതുപോലെ തന്നെ ട്രാൻസ്പോസേസ് പ്രോട്ടീനെയും ബൈൻഡ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻ എ ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റ്. ഈ ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ അത് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെമി മെത്തിലേറ്റഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഇവർ സ്ട്രോങ് ആയിട്ട് പോയി ബൈൻഡ് ചെയ്യും. ട്രാൻസ്പോസേസ് ഒന്ന് വന്നിട്ട് സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ദ അനദർ വൺ ഓൾസോ ക്യാൻ ബൈൻഡ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മെക്കാനിസത്തിൽ ചിലപ്പോൾ 2 ആയിരിക്കും, ചിലപ്പോൾ 4 ആയിരിക്കും ട്രാൻസ്പോസേസ് എൻസൈം ഇൻവോൾവ് ആവുന്നത് എന്നുള്ളത്. അപ്പം സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യും തോറും അതിൻ്റെ എക്സ്പ്രഷൻ കൂടുകയാണ് ചെയ്യുക. അങ്ങനെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ ഹെയർപിൻ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അത് കോപ്പി പേസ്റ്റ് അടിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ഒരു ടാർഗറ്റ് സൈറ്റ് ഡ്യൂപ്ലിക്കേഷൻ മെക്കാനിസം ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3'OH 5'OHനെ അറ്റാക്ക് ചെയ്തിട്ട് ട്രാൻസിസ്ട്രിഫിക്കേഷൻ നടക്കുന്നു. ആ മെക്കാനിസം ഒക്കെ ഹെയർപിൻ ലൂപ്പ് ഫോർമേഷൻ്റെ സമയത്തും സെയിം ആണ്. അതുപോലെ തന്നെ ടാർഗറ്റ് സൈറ്റിലേക്ക് ഈ ട്രാൻസ്പോസോണിനെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തും സെയിം തന്നെയാണ്. ഓക്കെ, മാറ്റുന്നില്ലല്ലോ. നൗ ഞാൻ പറഞ്ഞു ഇത് കോപ്പി ചെയ്ത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഗ്യാപ്പ് റിപ്പയർ ചെയ്യുന്നത് ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് റിപ്പയർ മെക്കാനിസം ഉപയോഗിച്ചു കൊണ്ടാണ്. ഓക്കെ, ഇതൊരു എൻഷുർ ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഹെമിമെത്തിലേറ്റഡ് സ്റ്റേറ്റ് എപ്പോഴേ ഉണ്ടാവുള്ളൂ? DNAക്ക് റെപ്ലിക്കേഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു TN10 അല്ലെങ്കിൽ TN ഫാമിലിയുടെ ട്രാൻസ്പോസിഷൻ ഈസ് ആക്ച്വലി റെസ്ട്രിക്റ്റഡ് ടു ദ റെപ്ലിക്കേഷൻ ടൈം. ആസ് എ റിസൾട്ട് അതിൻ്റെ ഫ്രീക്വൻസി കുറക്കുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയൽ സെല്ല്. ഇനി അത് കൂടാതെ ഈ ഒരു TN10 ട്രാൻസ്പോസിഷനെ റെഗുലേറ്റ് ചെയ്യുന്ന വേറൊരു മെക്കാനിസം കൂടെ ഉണ്ട്. അതാണ് ആൻറ്റിസെൻസ് RNA മെക്കാനിസം എന്ന് പറയുന്നത്. നമ്മൾ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന നോർമൽ ഒരു കോമൺ മെക്കാനിസമാണ് ആൻറ്റിസെൻസ് RNA മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഇവിടെ P ഔട്ട് ആൻഡ് P in കാണാൻ വേണ്ടിയിട്ട് പറ്റും. P സ്റ്റാൻഡ്സ് ഫോർ ദി പ്രൊമോട്ടർ. ഓക്കെ, ഈ പ്രൊമോട്ടർ P ഔട്ട് എന്ന് പറയുന്ന പ്രൊമോട്ടർ ഇറ്റ്സ് ആക്ച്വലി റെസ്പോൺസിബിൾ ഫോർ ദി RNA പോളിമറേസ്. ഓക്കെ, വിച്ച് സിന്തസൈസ് ദ ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ RNA പോളിമറേസ് ഓഫ് ട്രാൻസ്പോസേസ്. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയുള്ള RNAനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യാനുള്ള പ്രൊമോട്ടറാണ് ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സീക്വൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ സീക്വൻസ് അതിൽ കുറച്ച് സീക്വൻസ് അറൗണ്ട് 36-40 സീക്വൻസസ് എന്താവും? ഈ RNAയും ഈ RNAയും. ഓക്കെ, 2 RNA മനസ്സിലായില്ലേ? ഏതൊക്കെ RNA? ഒന്ന് P ഔട്ടിൽ RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുമ്പോൾ സിന്തസൈസ് ചെയ്യപ്പെടുന്ന RNAയും P ഇന്നിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന RNA. P ഇന്നിൽ സിന്തസൈസ് ചെയ്യപ്പെടുന്ന RNA ആരുടേതാണ്? ഇറ്റ്സ് ആക്ച്വലി ട്രാൻസ്പോസേസ് എൻസൈം. അപ്പോൾ ഇറ്റ് വിൽ ബി കോംപ്ലിമെൻ്ററി. അറൗണ്ട് 36 ബേസ് പേസ് എന്താവും? കോംപ്ലിമെൻ്ററി ആയിട്ട് മാറും. കോംപ്ലിമെൻ്ററി ആയിട്ട് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കിയാൽ ദേ വിൽ ബി ഫോമിങ് എ പെയർ. 2 RNAയും പെയറായിട്ട് നിൽക്കും. RNA പെയർ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? റൈബോസോമിന് റീഡ് ചെയ്യാൻ പറ്റില്ല. ഡബിൾ സ്റ്റാൻഡേർഡ് RNAനെ റീഡ് ചെയ്യാനുള്ള എബിലിറ്റി റൈബോസോമിനില്ല. എന്തുകൊണ്ടാണ്? കാരണം സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആളുണ്ടെങ്കിൽ ആൻറ്റിസെൻസ് കോഡോൺ ഇവിടെ വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, പെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ബേസിലാണ് അമിനോ ആസിഡിൻ്റെ ട്രാൻസ്ഫറൊക്കെ നടക്കുന്നത്. അപ്പം ഡബിൾ സ്റ്റാൻഡേർഡ് ആയിക്കഴിഞ്ഞാൽ ഇത് ക്ലോസ്ഡ് ആകുമല്ലേ? ഇത് ക്ലോസ്ഡ് ആകുമ്പോൾ പിന്നെ ആൻറ്റിസെൻസിന് വന്നിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആസ് എ റിസൾട്ട് റൈബോസോമിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് അവിടെ നടക്കൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ട്രാൻസ്പോസേസ് എൻസൈം വിൽ നോട്ട് ബി എക്സ്പ്രസ്ഡ്. അപ്പോൾ ട്രാൻസ്പോസേസ് എൻസൈം ഇല്ലാതെ എവിടെ GATCയോ എവിടെയെങ്കിലും പോയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അങ്ങനെ ഇല്ലാതെ ട്രാൻസ്പോസിഷൻ നടത്താൻ പറ്റുമോ? ഇല്ല. അങ്ങനെയും എന്ത് ചെയ്യും? ഈ TN ഫാമിലി ട്രാൻസ്പോസിഷൻ മെക്കാനിസം ബ്ലോക്ക് ചെയ്യും എന്നുള്ളത് ഓർമ്മിക്കുക. സോ ആൻറ്റിസെൻസ് RNAയുടെ മെക്കാനിസം കൂടെ അവിടെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഈ P ഔട്ട് P in എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഓർമ്മിക്കണം. P ഔട്ട് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആൻറ്റിസെൻസ് RNA ഓഫ് ദി transposase enzyme and P in is the original transposase. ക്ലിയർ അല്ലേ? അപ്പം ആ ഒരു മെക്കാനിസം അത് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യും. ആസ് എ റിസൾട്ട് അങ്ങനെയും കൂടെ TN10ൻ്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് MU phage
ട്രാൻസ്പോസബിൾ എലമെൻറ്റ്സ് ആണ്. MUphage എന്ന് പറയുന്നത് ആക്ച്വലി ബാക്ടീരിയോഫേജ് വൈറസ് ആണ്. ആ ബാക്ടീരിയോഫേജ് വൈറസിൻ്റെ DNA എങ്ങനെയാണ് ഒരു ബാക്ടീരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെയാണ് മൾട്ടിപ്പിൾ കോപ്പീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നതാണ് ഈ ഒരു ട്രാൻസ്പോസിഷൻ മെക്കാനിസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ അല്ലേ? അപ്പം MUphageൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്പോസിഷൻ മെക്കാനിസം, കട്ട് ആൻഡ് പേസ്റ്റ് ട്രാൻസ്പോസിഷൻ മെക്കാനിസമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ, അപ്പം ആ ഒരു മെക്കാനിസം ഓർമ്മിക്കുക. അതിലേക്ക് നമ്മൾ ഈ ഒരു കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീഡിയോയിൽ പറയും. അപ്പം TN ഫാമിലിനെ കുറിച്ച് കൃത്യമായി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് ഓർമ്മിക്കുക. IS എലമെൻറ്റ്സ് പോലെ സിമ്പിളായിട്ടല്ല പറഞ്ഞേക്കുന്നത്. കോമ്പോസിറ്റ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. സോ MUphage ട്രാൻസ്പോസബിൾ എലമെൻറ്റ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.